ആക്കിയിട്ട് അല്ല, വലിയങ്ങാടിയിലെ ഈ കോർപ്പറേഷൻ്റെ കൈവശത്തിലുള്ളതാണല്ലോ ഈ കെട്ടിടം. അപ്പോൾ ആ കെട്ടിടം ഉൾപ്പെടെ പഴക്കം വന്ന കെട്ടിടങ്ങൾ പലതും പൊളിച്ചു മാറ്റാൻ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനിച്ചതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കാൻ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇത് അൺഫിറ്റ് ആക്കിയിട്ടില്ല കെട്ടിടം. അതുകൊണ്ട് തന്നെ അതിൽ ലൈസൻസ് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. ലൈസൻസ് പുതുക്കി കൊടുക്കുകയും ചെയ്യും സമയത്തിന്. അങ്ങനെ പുതുക്കി കൊടുത്തിട്ടുള്ളതാണിത്. പക്ഷേ അൺഫിറ്റ് അല്ല. ഇല്ല. അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിച്ച് മാറ്റേണ്ടതാണല്ലോ നിർബന്ധമായിട്ടും. അൺഫിറ്റ് ആക്കിയിട്ടില്ല കെട്ടിടം. അതുകൊണ്ടാണ് ലൈസൻസ് കൊടുക്കാൻ കഴിയുന്നത്. പരിശോധനകളൊക്കെ നടന്നിരുന്നു നേരത്തെ? അല്ല, നേരത്തെ പരിശോധന നടന്നിട്ടുണ്ട്. പരിശോധന നടന്നപ്പോൾ സ്വാഭാവികമായും ഏതൊരു കെട്ടിടത്തിനുള്ള മാതിരി കാലപ്പഴക്കം വരുമ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ, ഇത് മാത്രമല്ല വേറെയും കോർപ്പറേഷൻ്റെതായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം പണിയാനുള്ള DPR തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കോർപ്പറേഷൻ തന്നെ അതിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങും അതുപോലെ തന്നെ ആവശ്യമായി വരികയാണെങ്കിൽ PWD ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അല്ല, അത് പരിശോധിക്കാം, എന്നിട്ട് പറയാം എന്താണെന്നുള്ളത്. മറ്റു നടപടികൾക്ക് കാലതാമസം വന്നിട്ടുണ്ട്. അത് പരിശോധിച്ച് പറയാം. എവിടെയാണോ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം വീഴ്ചകൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം പറയാം കേട്ടോ. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുന്നു.